ഹലോ ഗായ്സ്, അഫ്സി പാത്തൂസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ രാവിലത്തെ വീഡിയോസ് ഒന്നും എടുത്തിക്കില്ല. മക്കളെ സ്കൂൾ പറഞ്ഞയച്ചതിൻ്റെ ശേഷം ഞാനും ചായ എല്ലാം കുടിച്ച് അതിൻ്റെ ശേഷം ഞാൻ ബെഡ്ഷീറ്റ് മാറ്റാൻ വന്ന്. ഈ ബെഡ്ഷീറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയ ഒരു ബെഡ്ഷീറ്റാണ്. നല്ല വിലക്കുറവിൽ നല്ല ഒരുപാട് ബെഡ്ഷീറ്റ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടും. ഞാൻ 3 എണ്ണം വാങ്ങിക്ക്. അതിൻ്റെ അകത്തുള്ള ഒന്നാണിത്. നല്ല ബെഡ്ഷീറ്റ് എനിക്ക് വളരെ നല്ല ഇഷ്ടപ്പെട്ടിക്ക്. നല്ല കാണാനും ഭംഗിയുണ്ട്. എനിക്കെന്തോ നല്ല നല്ല പോലെ ഇഷ്ടപ്പെട്ടിക്ക്. അങ്ങനെ ബെഡ്ഷീറ്റൊക്കെ മാറ്റി ഞാൻ ഇതാ തിരുമ്പാനുള്ളത് മിഷ്യൻ്റെ അകത്തേക്ക് ഇടാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് ആ മിഷ്യൻ്റെ അകത്ത് ഇടാൻ ഞാൻ മിഷ്യൻ്റെ അകത്ത് ഇങ്ങനെ മറ്റേ പുരേന്ന് ഇടുന്ന ഡ്രസ്സ് മാത്രമേ മിഷ്യൻ്റെ അകത്ത് ഇടുള്ളൂ. പിന്നെ വലിയ ചേറൊന്നും ഉണ്ടാവില്ലല്ലോ. പിന്നെ യൂണിഫോമൊന്നും ഞാൻ മിഷ്യൻ്റെ അകത്ത് ഇടയില്ല. ഞാനത് കല്ലുമ്മ തന്നെയാണ് തിരുമ്പൽ. അങ്ങനെ അതാ യൂണിഫോം പോർത്തി വെക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് വെള്ളവും സോപ്പും പൊടിയൊക്കെ എടുത്ത് അങ്ങനെ യൂണിഫോം അവിടെ പോർത്തി വെച്ചിട്ടുണ്ട്. യൂണിഫോമിൽ വലിയ ചേറൊന്നും ഉണ്ടാവില്ല. ജസ്റ്റ് ഒരു കുറച്ച് നേരം അവിടെ പോർന്നോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ അവിടെ പോർത്തി വെച്ചിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നേരെ കിച്ചണിലേക്ക് വന്ന് കിച്ചണിൽ ചോറ് വെക്കാനുള്ള വെള്ളം ഞാൻ എടുത്ത് അലുമിനിയിലെടുത്ത് ഇനി അടുപ്പിലേക്ക് വെക്കാൻ പോവുകയാണ്. അങ്ങനെ ഇന്ന് കുറച്ച് ചോറാൻ വേണ്ടിയുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഉമ്മയും ബാക്കിയുള്ളവരൊന്നും ഇവിടെ ഇല്ല. ഇന്ന് കോഴിക്കോടൊരു കൂടലുണ്ട്, വീട് കൂടൽ, അതിന് പോയിട്ട്. അപ്പോൾ ഞാനും എൻ്റെ ഭർത്താവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറച്ച് ചോറ് മതി. അങ്ങനെ ചോറിനുള്ളത് അവിടെ വെച്ച് ചോറും അരിയും ഒക്കെ ചോറിനുള്ള വെള്ളവും അരിയും ഒക്കെ ഞങ്ങൾ ഒരുമിച്ച് തന്നെ പതക്കാൻ കാക്കൂല, ഒരുമിച്ച് തന്നെ അങ്ങ് ഇട്ടേക്കും. ഗ്യാസ് മേലല്ല, അതായിരുന്നു വെന്ത അങ്ങനെ ഇതാ. പിന്നെ മീൻ കിട്ടിയത് കൂന്തളാണ്. അങ്ങനെ ആ കൂന്തൾ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഈ കൂന്തൾ മുറിക്കാൻ ഭയങ്കര ഒരു പേടിയാണ്. കാരണം എന്ന് വെച്ചാൽ എന്തോ മഷി ഇളകുമെന്നൊക്കെ പറയുന്നത് കേൾക്കാം. അങ്ങനെ ഇതുവരെ ഞാൻ മുറിച്ചാൽ മഷി ഇളകിയിട്ടൊന്നുമില്ല. അങ്ങനെ കൂന്തൾ ഇങ്ങനെ മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ കൂന്തളിന് കുറച്ച് അധികം വേവും ഉണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് വലിയ ഇഷ്ടമല്ല ഈ കൂന്തളൊന്നും. പക്ഷെ എൻ്റെ ഭർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെ അത് മുറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു മീൻ മുറിച്ചപ്പോൾ ഇതാ കാണുന്നുണ്ട് ഒരു കുഞ്ഞ് മീനായി അതിൻ്റെ ഉള്ളിൽ. ആ മീനിൻ്റെ ഉള്ളിൽ നോക്കുക. ഇത് ആദ്യം ഞാൻ മുറിച്ച് വീഡിയോ എടുത്തിട്ടില്ലേ അന്നേരം. അപ്പോൾ മുറിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞ് മീനൊക്കെ ഉണ്ട്. അപ്പം അത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരണമല്ലോ. അതിന് ഞങ്ങൾ രണ്ടാമത് മുറിക്കുന്ന പോലെ ഇങ്ങനെ ആക്ട് ചെയ്തിട്ട് അങ്ങനെ കാണിച്ചു തന്നു. റെഡിക്കിലിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടിയ മീനാട്ടോ അത്. അതിങ്ങനെ ചിലപ്പോൾ വീങ്ങിയിട്ട് അത് ദഹിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോഴത്തേക്ക് വലയിൽ കുടുങ്ങിയിട്ട് അങ്ങനെ കിട്ടിയായിരിക്കും. എന്നാലും ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെയൊക്കെ കാണുന്നത്. കാരണം എനിക്കെന്തോ ഒരു അത്ഭുതം പോലെ. കാരണം അതിൻ്റെ ഉള്ളിൽ നിന്ന് ചെറിയ കുഞ്ഞ് മീൻ കിട്ടുക എന്നൊക്കെ പറഞ്ഞാൽ ഞാൻ ആദ്യമായിട്ടാണ് അങ്ങനെ കാണുന്നത്. അങ്ങനെ ഇതാ സംസാരിച്ച് കൂന്തളെല്ലാം മുറിച്ച് കഴിഞ്ഞ് ഇനി ആ ചല്ല് ഞാൻ പൂച്ചക്ക് കൊണ്ടു കൊടുത്ത്. അപ്പോൾ ഇതാ അരി നമ്മളിവിടെ ഇങ്ങനെ പതച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കൂന്തളെല്ലാം മുറിച്ച് കഴിഞ്ഞ് ഇതാ കവുകയാണ്. ഇന്ന് കുറച്ച് പണിയുണ്ട് നമുക്ക്. എന്ന് വെച്ചാൽ ഞാനതാണ് വേഗം ചോറും കറിയും അവിടെ ആക്കി വെക്കുന്നത്. ഇത് കറി വെക്കണ്ട കേട്ടോ. കാരണം കറി ഇന്നലെ കുറച്ച് അധികം വെച്ച്. കാരണം ഇന്ന് ഞാൾ മാത്രമേ ഉണ്ടാവുള്ളൂ എന്ന് അറിയാവുന്നതുകൊണ്ട് ഇന്നലെ കുറച്ച് അധികം കറി വെച്ച് കുറച്ച് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇന്നൊന്ന് കറി വെക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട്. അങ്ങനെ മീൻ പൊരിച്ചതും ചോറും മാത്രം മതി. കറി ഫ്രിഡ്ജിലുണ്ടല്ലോ. അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞ് മീൻ മുറിച്ച് കഴുകി. ഇന്നും ഞാൻ പറഞ്ഞല്ലോ ഉമ്മ ഇവിടെ ഇല്ല, അതുകൊണ്ട് ഞാൻ തന്നെയാണ്. ഇപ്പോൾ കുറേ ദിവസമായിട്ട് ഞാൻ അങ്ങനെയൊന്നും എടുക്കലില്ല. ഇന്നു മുതലാണ് ഞാൻ പണി സ്റ്റാർട്ട് ചെയ്തത്. അങ്ങനെ മീനെല്ലാം ഇങ്ങനെ കഴിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ കൂന്തലിന് ഭയങ്കര വേവാണല്ലോ, ഒരുപാട് നേരം ഇങ്ങനെ വേവിക്കണ്ടേ. അല്ലെങ്കിൽ ഒരു റബ്ബർ പോലെ ഇങ്ങനെ വലിച്ചിട്ടിങ്ങി വരാത്ത പോലെ. അതുകൊണ്ട് എനിക്ക് തീരെ ഇഷ്ടമല്ലേ സാധനം. ഉമ്മ ഉണ്ടെങ്കിൽ ഈ മീൻ മുറിക്കുന്നതിൻ്റെ കഷ്ടപ്പാടൊന്നും അറിയണ്ടായിരുന്നു. എനിക്ക് മീൻ മുറിക്കാനും വലിയ ഇഷ്ടമൊന്നുമല്ല. ഉമ്മ ഉണ്ടെങ്കിൽ മീൻ മുറിക്കുന്നതും പച്ചക്കറി അരിയുന്നതും ഒക്കെ ഉമ്മ തന്നെയാണ്. അതുകൊണ്ട് ഉമ്മയില്ലാത്ത ബുദ്ധിമുട്ട് നല്ല പോലെ അറിയുന്നുണ്ട്. കാരണം ഉമ്മ ഉണ്ടെങ്കിൽ മീൻ നോക്കേ വേണ്ട, മീൻ മുറിക്കുന്നതും പെരക്കുന്നതും ഇതാക്കുന്നതൊക്കെ ഉമ്മ തന്നെയാണ്. അപ്പോൾ ഉമ്മയില്ലാത്തൊരു ചെറിയൊരു പ്രയാസമുണ്ട്, ചെറിയൊരു ബുദ്ധിമുട്ടുണ്ട്. കാരണം ഉമ്മ ഉണ്ടെങ്കിൽ ഇങ്ങനെ അടുക്കളയിൽ ഇങ്ങനെ എന്തേലും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ ഇങ്ങനെ വായി വെക്കാണ്ട് ഇങ്ങനെ വർത്താനം പറയുന്ന ഒരാളാണ് ഉമ്മ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. ഉമ്മ അതിങ്ങനെ
വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പാട്ട് പാടിക്കൊണ്ട്. ഉമ്മ ഉണ്ടെങ്കിൽ ഭയങ്കര ജോളി, ഭയങ്കര അടിപൊളി ഒരു വൈബ് തന്നെയാണ് ഉമ്മ. അങ്ങനെ ഇതാ മീനെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമുക്ക് ഈ ചോറും കറിയൊക്കെ വെച്ചതിൻ്റെ ശേഷം ഒരു അടുക്കള ക്ലീനിങ്ങും കൂടിയുണ്ട്. പിന്നെ അതും ഞങ്ങളെ കാണിച്ചു തരാം. അങ്ങനെ ഈ മീൻ മുറിക്കുമ്പോൾ ഞാൻ ശരിക്കും ഉമ്മാനെ വല്ലാണ്ട് മിസ് ചെയ്യുന്നുണ്ട്. പിന്നെ അങ്ങനെ ഇതാ പറഞ്ഞ് ഇതാ മീനെല്ലാം പെരക്കി കഴിഞ്ഞ് ഇതാക്കി അത് വെന്തിട്ടുണ്ട്. ഇതാ ഞാൻ പറഞ്ഞല്ലോ കറി എടുത്ത് വെച്ചിരിക്കുന്നത്. ഞാൻ കറി അടച്ചുവിടാന്നല്ല, അത് കറീൻ്റെ പുക വന്നിട്ട് ജസ്റ്റ് ക്യാമറയിൽ ആവി കയറിയതാണ്. അങ്ങനെ ഇതാ പറഞ്ഞ ഫുള്ള് പാത്രങ്ങളൊക്കെ ഞാൻ ഇതാ ക്ലീൻ ആക്കിയിട്ടുണ്ട്. പാത്രങ്ങൾ കഴുകുന്നുണ്ട്, ഒരുപാട് പാത്രം കഴുകാനുണ്ട്. പിന്നെ കാരണം എന്ന് വെച്ചാൽ ഇന്ന് ഞാൻ മൊത്തം അടുക്കള ഒന്ന് ക്ലീൻ ആക്കാമെന്നൊക്കെ വിചാരിച്ച്. മാസത്തിലൊരിക്കൽ ഇങ്ങനെ അപ്പാടെ ക്ലീൻ ചെയ്യലുണ്ട്. ഇപ്പം കുറേ ദിവസമായി അങ്ങനെ ക്ലീൻ ചെയ്യാത്തത്. അങ്ങനെ ഞാൻ വിചാരിച്ച് പണിയെല്ലാം കഴിഞ്ഞിട്ട് അടുക്കള ഷെൽഫിലുള്ള സാധനങ്ങളൊക്കെ എടുത്ത് പുറത്തിട്ടിട്ട് പിന്നെ എല്ലാം ഒന്ന് അടിച്ച് തുടച്ച് ക്ലീൻ ആക്കാൻ വിചാരിച്ച്. കാരണം ഇന്ന് നമ്മളൊറ്റക്കാന്നല്ലേ ഉള്ളൂ, മക്കൾ സ്കൂളിൽ പോവുകയും ചെയ്തിക്ക്, ഉമ്മയൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെ വെറുതെ ഇരുന്നപ്പം ബോറടിക്കുന്നു എനിക്ക്. എനിക്കിങ്ങനെ വെറുതെ ഇരിക്കാൻ പറ്റൂല, എനിക്കിങ്ങനെ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കണം. എന്നാലും ഞാൻ റെസ്റ്റെല്ലാം എടുക്കലുണ്ട് കേട്ടോ. എങ്ങനെ എന്നാലും ഇങ്ങനെ കുറച്ച് ഫോൺ കാണും, കുറച്ച് കിടക്കും. പിന്നെ ഞാൻ ഇങ്ങനെ ഓരോരോ പണിയുണ്ടോ ഇങ്ങനെ തോണ്ടി നോക്കും. എനിക്കിങ്ങനെ ഓരോന്ന് കാണുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ തോന്നും. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയേനെ പണിയൊക്കെ എടുക്കാനൊക്കെ. പിന്നെ അത് ചെയ്ത് അതൊരു ശീലമായി. പിന്നെ ഇപ്പം എനിക്ക് എന്താ പറയുക, എന്തെങ്കിലും കാണുമ്പോൾ അത് ചെയ്തുകൊണ്ടിരിക്കണം. ഇങ്ങനെ കൈമുറിഞ്ഞ ഒരാഴ്ച ഞാൻ ഒന്നും ചെയ്യാണ്ട് ഇങ്ങനെ നിന്നപ്പോൾ എനിക്ക് ഭയങ്കര ഒരു പ്രയാസം പോലെയായിരുന്നു തോന്നിയത്. കാരണം ഞാൻ ഇങ്ങനെ ഒത്തിരിക്കുക, ഉമ്മ മൊത്തം ഇങ്ങനെ പണിയെടുക്കുക, എനിക്ക് ഒരു വല്ലാത്തൊരു പ്രയാസമായിരുന്നു. പക്ഷെ ഉമ്മക്ക് അതൊന്നും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഉമ്മ ഭയങ്കര സന്തോഷത്തിൽ തന്നെയാണ് ഉമ്മ പണിയെടുത്തത്. പക്ഷെ ഉമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് കഷ്ടപ്പെടുന്ന കാണുമ്പോൾ എനിക്കൊരു വല്ലാത്തൊരു പ്രയാസമായിരുന്നു. അങ്ങനെ ഇതാ ഞാൻ ഷെൽഫിലുള്ള എല്ലാ സാധനവും എടുത്ത് പുറത്ത് ഇട്ടിട്ട് ഞാൻ നനഞ്ഞൊരു തുണി കൊണ്ട് പിന്നെ എല്ലാം ഒന്ന് നനച്ച് തുടച്ചെടുക്കുന്നുണ്ട്. കാരണം നല്ല പൊടിയും നല്ല മണ്ണൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ കുറേ ദിവസമായി ഇത് ഇങ്ങനെ ക്ലീൻ ചെയ്യാണ്ട് ഇങ്ങനെ ഇരിക്കുന്നു. അങ്ങനെ ഓരോരോ കാരണം ക്ലീൻ ചെയ്യണം എന്നിങ്ങനെ വിചാരിക്കും. പക്ഷെ ഓരോരോ കാരണങ്ങൾ കൊണ്ട് ഇങ്ങനെ ക്ലീൻ ചെയ്യാൻ പറ്റലില്ല. എന്തെങ്കിലും അങ്ങനെ മേലെ കാണുന്ന പണി കൊടുത്തിട്ട് അങ്ങ് പോക്കാം. അങ്ങനെ ഇതാ ഞാൻ പറഞ്ഞ് അങ്ങനെ ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ ഷെൽഫിലുള്ള കുപ്പിയെല്ലാം ഒഴിഞ്ഞിക്കേനും. അങ്ങനെ ഞാൻ ഒഴിഞ്ഞ കുപ്പിയിലേക്കൊക്കെ സാധനങ്ങൾ ഇങ്ങനെ നിറച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എനിക്ക് എന്ന് വെച്ചാൽ ഓരോ കുപ്പിക്കും ഓരോ സാധനത്തിനും ഓരോ കുപ്പിയാണ്. അപ്പോൾ അത് ഇന്ന കുപ്പിയിലുണ്ട് എന്ന് എനിക്ക് അത് കാണാണ്ട് തന്നെ പറയാൻ പറ്റും, അത് ഏത് കുപ്പിയിലാണെങ്കിലും. പക്ഷേങ്കിൽ പിന്നെ ഇവിടെ ഞാൻ എൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഇവരെന്താണ് എടുക്കും, കുപ്പി അങ്ങ് മാറ്റിക്കളയും. അപ്പം പിന്നെ ഞാൻ ഈ കുപ്പി നോക്കിയിട്ടാണല്ലോ സാധനങ്ങൾ എടുക്കുക. അങ്ങനെ പിന്നെ കുപ്പി എന്താണ് എടുക്കും മാറിപ്പോയാൽ ഞാൻ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ഇത് മാറിപ്പോയല്ലോ എന്ന് എനിക്ക് തിരികെ. കാരണം ഞാൻ കുപ്പി നോക്കി ഇങ്ങെടുക്കും. ഇങ്ങനത്തെ കുപ്പിയൊക്കെ ആണെങ്കിൽ കാണുന്നുണ്ടല്ലോ. അപ്പം ഇതാ ഈ ഹോർലിക്സ് ബൂസ്റ്റിൻ്റെ കുപ്പി കാണൂലല്ലോ. അപ്പോൾ ഈ കണ്ടിക്കില്ലെങ്കിൽ ഇന്ന കുപ്പിയിൽ ഇന്ന സാധനമാണെന്ന് എനിക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റും. ഞാനാണല്ലോ എടുക്കൽ. അന്നേരം പിന്നെ ഞാൻ അങ്ങ് പോയാൽ ഇവർ കുപ്പി മാറ്റുമ്പോൾ എനിക്കിത് തിരിയൂല ഏതാണെന്ന്. പിന്നെ ഞാനത് സെറ്റാക്കി റെഡിയാക്കി കൊണ്ടുവരണം. അങ്ങനെ ഇതാ മേലത്തെ അതെല്ലാം എടുത്ത് ഷെൽഫിൻ്റെ ഉള്ളിലുള്ള എല്ലാം എടുത്ത് കഴിഞ്ഞ് എല്ലാം ഒഴിഞ്ഞ കുപ്പിയെല്ലാം നിറച്ച് ഫില്ലാക്കി അട വെച്ച് ഇത് അടിയിലത്തെ എല്ലാ പാത്രങ്ങളും ഞാൻ വലിച്ചിടുകയാണ്. അടയും കുറേ പൊടിയെല്ലാം ഇതായിക്കുന്നുണ്ട്. പിന്നെ അടയും കുറച്ച് കച്ചറയൊക്കെ ആയിക്കുന്നുണ്ട്. അങ്ങനെ ഇതാ ഫുള്ള് ആ ഉള്ളിലുള്ള കംപ്ലീറ്റ് പിന്നെ വലിച്ച് പുറത്തിട്ട് ഞാൻ ക്ലീൻ ആക്കിയിട്ടുണ്ട്. എന്നിട്ട് നേരത്തെ ഞാൻ മിഷ്യൻ്റെ അകത്ത് തിരുമ്പാനിട്ടിക്കല്ലോ, അത് ഇതാ മേലെ കൊണ്ടുപോയിട്ട് ആറിയിടുകയാണ്. പിന്നെ ഇപ്പം മഴക്കാലമായതുകൊണ്ട് ഞങ്ങൾ മുകളിലത്തെ ഹാളിലാണ് അയൽ കെട്ടിയിട്ട് ആറിയിടുന്നത്. മുകളിലത്തെ ഹാളിൽ ഒരുപാട് സ്ഥലമുണ്ട്. ഇങ്ങനെ വെലിങ്ങനെ ഒരു 4-5 അയൽ ഇങ്ങനെ കെട്ടിക്കണം. അത് എത്ര വേണമെങ്കിലും ആറിയിടാം. മഴക്കാലത്ത് ആറിയിടാനൊന്നും വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. പിന്നെ അങ്ങനെ ഞാൻ ഉണങ്ങിയത് നോക്കി ഇങ്ങെടുത്ത് എന്നിട്ട് ബാക്കിയുള്ളതെല്ലാം ഇങ്ങനെ ആറിയിടുകയാണ്. പിന്നെ ഇങ്ങനെ ആറിയിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് പിന്നെ എല്ലാം തനിച്ചാന്നല്ലോ, അതല്ലെങ്കിൽ ഉമ്മ സഹായിക്കുന്നതാണ്, അല്ലെ അനിയൻ്റെ ഓൾ ഉണ്ടാവും. ഇപ്പം അനിയനും ഉണ്ടല്ലോ. അങ്ങനെ അനിയനുള്ളത് കൊണ്ടൊക്കെ ഓനും ഇപ്പം കിച്ചണിലുണ്ടാവും. പിന്നെ അനിയൻ്റെ ഓളുണ്ട്, ഉമ്മ ഉണ്ട്. അതുകൊണ്ട് പണിയൊന്നും വലിയ ഭാരമായിട്ടൊന്നും തോന്നിയില്ല. പക്ഷേ ഇന്ന് ഞാൻ ഒറ്റക്കായതുകൊണ്ട് ഇന്ന് എല്ലാ പണിയും ഞാൻ തന്നെയാണ് എടുക്കുന്നത്.
അവരുണ്ടെങ്കിൽ ഏകദേശം പണിയെല്ലാം അവരും അങ്ങ് എടുത്തോളും, ഞാൻ ഒന്ന് ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. അങ്ങനെ ഇതാ പറഞ്ഞത് ആറിയിട്ട് കഴിയാനായിക്കുണ്ട്. ഇതൊന്നും ഉണങ്ങിയിട്ടില്ല, ഇതൊക്കെ പുതപ്പെല്ലാം ഇന്ന് തിരുമ്പിയിട്ടതാണ്. പിന്നെ അതൊന്നും ആറിയിടുന്നൊന്നും വീഡിയോ എടുത്തേക്കില്ല. പിന്നെ അങ്ങനെയൊക്കെയാണ്. ഇത് ആറിയിട്ട് കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ എന്തോ ഒന്ന് നോക്കുകയാണ്, അതങ്ങനെ ആളെ നോക്കി ആലോചിച്ച് നിൽക്കുന്നത്. ഇതാ ആറിയിട്ട കൈ കുറേ ഒന്നും ഉണങ്ങിയിക്കില്ല. ഇന്നലെ മെഞ്ഞാന്ന് ആറിയിട്ടതൊന്നും ഉണങ്ങിയിക്കില്ല. അതിലിങ്ങനെ തട്ടം അങ്ങനെ കനം കുറഞ്ഞ സാധനങ്ങളുണ്ടല്ലോ, അത് മാത്രമേ ഉണങ്ങിക്കുള്ളൂ. കാരണം ഇപ്പോൾ 2-3 ദിവസമായിട്ട് മഴ തന്നെയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഒരു നനവും ഒരു ഈർപ്പം എന്താണെന്നറിയില്ല, കട്ടിയുള്ളതൊന്നും ഉണങ്ങിയിക്കില്ല. നല്ല ഷാള് അങ്ങനെ കണ്ട സാധനങ്ങൾ മാത്രമേ ഉണങ്ങിക്കുള്ളൂ. അതുകൊണ്ട് അതാ ഞാൻ ഉണങ്ങിയത് ആ കമ്പിമേൽ വെച്ച് ബാക്കിയെല്ലാം ഇങ്ങനെ ആറിയിടുകയാണ്. ആറിയിട്ട് കഴിഞ്ഞ് വന്നതിൻ്റെ ശേഷം ഞാൻ അകത്തൊക്കെ കുറേ കാട്ട ഉണ്ടായിരുന്നു, അതെല്ലാം ഇങ്ങനെ അടിച്ചു കഴിഞ്ഞതിന് ശേഷം ഞാൻ എല്ലാം ഒന്ന് തുടച്ചെടുത്ത്. ഒരാഴ്ച 2-3 ദിവസമായി ഞാൻ തുടക്കാത്തത്. അപ്പോൾ അങ്ങനെ തുടച്ച്, അല്ലെങ്കിൽ ഡെയിലി ഒന്നും തുടക്കലൊന്നുമില്ല, അങ്ങനെ ചേറൊന്നും ആവലൊന്നുമില്ല. ഇങ്ങനെ 2-3 ദിവസം കാണുമ്പോൾ ഒരിക്കൽ തുടക്കുകയുള്ളൂ. ചേറുണ്ടേ തുടക്കും. ഇപ്പം മഴക്കാലം ആയതുകൊണ്ട് സ്വതവേ തുടക്കൽ കുറവാണ്. കാരണം എന്ന് വെച്ചാൽ മഴക്കാലത്ത് പെട്ടെന്ന് ആറി കിട്ടൂലല്ലോ. മക്കളുണ്ടെങ്കിൽ തീരെ തുടക്കൂല. കാരണം ഇപ്പം മക്കളില്ലാത്തതുകൊണ്ടാണ് ഞാൻ തുടക്കുന്നത്. മക്കളുണ്ടെങ്കിൽ തുടച്ച് കഴിഞ്ഞാൽ പിന്നെ അന്നേരം ഓൾക്ക് ഓടിക്കളിക്കേണ്ടി വരുമായിരിക്കും. എന്നിട്ട് ഞാൻ എന്ന് തുടച്ചാലും ഓല് തലയടിച്ച് പോവും. അങ്ങനെ അടുക്കള ഇതാ ക്ലീനാക്കി കഴിഞ്ഞ് ഫൈനൽ ലുക്ക് ഇതാണ്. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെല്ലൈക്കൺ ഞെക്കണം. ഓക്കെ, ബായ്.